ഇത്തവണ എങ്ങനെയാണ് വോട്ട് വിഹിതം വരുന്നത്? UDF-നാണോ വോട്ട് വിഹിതം കൂടുതൽ, അതോ LDF-നാണോ? 39.7% എന്നുള്ളതാണ് UDF-ന്റെ വോട്ട് വിഹിതം ഈ സർവേയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. അതേസമയം LDF-ന് 38.7%. അതായത് 1% വ്യത്യാസം. UDF-നും LDF-നും വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ രണ്ടാം ഘട്ട സർവേയേക്കാൾ മെച്ചപ്പെടൽ ഉണ്ടായിരിക്കുകയാണ്. അതേസമയം രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞിരിക്കുകയാണ്. അത് LDF-ന്റെ നേട്ടമാണ്. കഴിഞ്ഞ സർവേയിൽ 1.8% വ്യത്യാസമായിരുന്നു LDF-ന് കുറവ് UDF-നേക്കാൾ. UDF-നായിരുന്നു കൂടുതൽ. പക്ഷേ ഇത്തവണ 39.7%, 38.7%. NDA 16.1%. കഴിഞ്ഞ സർവേയേക്കാൾ 1%, ഏകദേശം 0.8% കൂടിയിട്ടുണ്ട് NDAക്ക്. മറ്റുള്ളവർ 1.1%. തീരുമാനിക്കാത്തവർ 3.5% എന്നുള്ളതാണ്. അഭിപ്രായമില്ലാത്തവർ 0.9% എന്നുള്ളതാണ്. അതിലും ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ആളുകൾ വന്നിരിക്കുന്നു, തീരുമാനിച്ചവർ ആയിട്ട് വന്നിരിക്കുകയാണ്. തീരുമാനിക്കാത്തവർ കഴിഞ്ഞ തവണ 3.5%-ത്തേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു. അവർ കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ UDF 39.7%, LDF 38.7% എന്നുള്ളതാണ്. അതായത് വോട്ട് വിഹിതത്തിൽ ഇപ്പോഴും മുന്നിൽ UDF ആണ്. 1%-ന്റെ വ്യത്യാസം UDF-ന് അനുകൂലം. പക്ഷേ കഴിഞ്ഞ സർവേയേക്കാൾ വോട്ട് വിഹിതത്തിലുള്ള വ്യത്യാസം കുറഞ്ഞിരിക്കുകയാണ്. കിരൺ, അപ്പോൾ അത് LDF-ന് ചെറിയ നേട്ടമായി വന്നിരിക്കുകയാണല്ലോ. അതെ, അങ്ങനെ തന്നെയാണ് LDF-നെ സംബന്ധിച്ച് നേട്ടമായി വന്നിരിക്കുന്നത്. പക്ഷേ അപ്പോഴും കാണേണ്ട ഒരു കാര്യം, 1% വ്യത്യാസം മാത്രമാണ് LDF-ഉം UDF-ഉം തമ്മിലുള്ളത്. 1% വ്യത്യാസം നിലനിർത്താനായാൽ സ്വാഭാവികമായും കേരളത്തിൽ ഭരണം അനായാസം പിടിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോഴും അതിൽ പ്രധാനപ്പെട്ട അഭിപ്രായമില്ല എന്ന് പറയുന്ന 0.9% ആളുകളും തീരുമാനമെടുക്കാത്ത 3.5% ഈ 3.5%-ൽ 2% ആളുകൾ ഒരു ഭാഗത്ത് തീരുമാനമെടുത്താൽ LDF-നായാലും UDF-നായാലും സ്വാഭാവികമായും അവരുടെ വിജയം ഉറപ്പിക്കാൻ കഴിയും. LDF-ന്റെ ഭാഗത്തേക്ക് ഈ 38.7%-ൽ നിന്ന് അവർക്ക് ഇവിടെ നിന്ന് അവർക്ക് ലഭിക്കുന്നത് 2-2.5% ലഭിക്കുന്നതെങ്കിൽ LDF-ന്റെ വിജയമായി അത് മാറും. അതുകൊണ്ട് തന്നെ ഈ 1%-ന് ഇപ്പോൾ 1%-ന് UDF മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ തീരുമാനമെടുക്കാത്തവർ, അഭിപ്രായം പറയാത്തവർ ഇപ്പോഴും 3.5% ഉണ്ട്. 1% ഈ 1% കൂടി നമുക്ക് കൂട്ടേണ്ടി വരും. അത് 4.5%-ഓളം ആളുകൾ ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല. ആ തീരുമാനം എടുക്കാത്ത ആളുകളിൽ നിന്ന് എത്ര ശതമാനം പേർ, അതിൽ പകുതിയിൽ കൂടുതൽ ആളുകൾ ഏത് മുന്നണിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ച് പകുതി 40% അതിൽ കിട്ടിക്കഴിഞ്ഞാൽ UDF-ന് ഭരണം നിലനിർത്താം. LDF-നെ സംബന്ധിച്ചാണെങ്കിൽ അതിലൊരു 60% ആളുകളുടെ പിന്തുണ അവരുടെ വോട്ടിനെ ബാധിക്കുക സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഉണ്ടാകുന്ന, ഇപ്പോൾ ഇന്നോ നാളെയൊക്കെ ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ, അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുന്ന മറ്റേതെങ്കിലും ഘടകങ്ങൾ, അവരെ ചിലരുടെ വോട്ടൊക്കെ ഏറ്റവും അവസാനം പാർട്ടികളൊക്കെ ചെയ്യുന്നത് ഈ ബന്ധുബലം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ വോട്ട് സ്വാധീനിക്കുക. ചിലർ പറഞ്ഞാൽ ചിലർ വോട്ട് കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ പഞ്ചായത്തിലും അത്തരം ഒരു ചെറിയ വിഭാഗമുണ്ട്. ആ വിഭാഗത്തിനൊക്കെ അവസാന നിമിഷം അവർക്ക് ഒഴിയാൻ കഴിയാത്ത ആളുകളെ കൊണ്ട് പറയിക്കുക, അല്ലെങ്കിൽ ചിലയിടത്ത് ഈ പുറമേക്ക് പറഞ്ഞില്ലെങ്കിലും അകത്തുപോയി സ്ഥാനാർത്ഥിയുടെ ജാതി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ജാതി, മതം, ഇത്തരം കാര്യങ്ങൾ പറയുക. മതപരമായി വിദ്വേഷമുള്ള ആളുകളാണെങ്കിൽ എതിരാളി മതത്തിനെതിരെ പറയുക. അതൊക്കെ താഴെത്തട്ടിൽ രഹസ്യമായി എല്ലാ പാർട്ടികളും ഏറിയും കുറഞ്ഞും ഒക്കെ ചെയ്യുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ആരാണ് ഫലപ്രദമായി ഉപയോഗിക്കുന്നത് എന്നതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. നമുക്ക് UDF-നെ പ്രധാനമായും പിന്തുണയ്ക്കുന്നത് ക്രിസ്ത്യൻ വിഭാഗങ്ങളും മുസ്ലിം വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ 25-നും 34 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ് UDF-ന് കൂടുതൽ പിന്തുണ നൽകുന്നത്. LDF-ന് കൂടുതൽ പിന്തുണ നൽകുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ ഗ്രാമീണ വോട്ടർമാരും, ഗ്രാമീണ മേഖലയിലുള്ള വോട്ടർമാരാണ് കൂടുതൽ പിന്തുണ നൽകുന്നത്. 45 മുതൽ 54 വയസ്സ് വരെ പ്രായമുള്ളവർ. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. LDF-ന്റെയും UDF-ന്റെയും ഭരണം തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയുന്നത് ഈ രണ്ട് ഭരണവും ഒരേപോലെ അവരുടെ പ്രായപൂർത്തിയായ ശേഷം അനുഭവിച്ച ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ കൂടുതൽ പിന്തുണ ലഭിക്കുന്നത് LDF-നാണ്. പക്ഷേ 35 വയസ്സിൽ താഴെ നിൽക്കുന്നവർ, 35 വയസ്സിൽ താഴെ നിൽക്കുന്നവർ സ്വാഭാവികമായും അവരുടെ ഒരു ചെറിയ പ്രായത്തിൽ മാത്രമാണ് UDF ഭരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുള്ളത്. അങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് എന്തായാലും കൂടുതൽ പേർ UDF-നെ പിന്തുണയ്ക്കുമ്പോൾ അത് കഴിഞ്ഞ് നിൽക്കുന്ന പ്രായത്തിൽ, മധ്യവയസ്സെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ആ പ്രായത്തിലൊക്കെ നിൽക്കുന്ന ആളുകൾ കൂടുതൽ പിന്തുണയ്ക്കുന്നത് ഇവിടെ LDF-നാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, അപ്പർ കാസ്റ്റ് ഹിന്ദു വിഭാഗത്തിനിടയിൽ മാത്രമാണ് BJP-ക്ക്, ഏതെങ്കിലും ഒരു വിഭാഗത്തിനിടയിൽ BJP-ക്ക് മേൽക്കൈ ഉണ്ടെങ്കിൽ അത് അപ്പർ കാസ്റ്റ് ഹിന്ദു വിഭാഗത്തിനിടയിൽ മാത്രമാണ്. വലിയ രീതിയിലേക്ക് OBC വിഭാഗത്തിലേക്കൊക്കെ കടന്നു കയറാൻ ശ്രമിക്കുമ്പോഴും ആ തരത്തിലേക്ക് ഒരു മുന്നേറ്റം OBC വിഭാഗത്തിനിടയിലും അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികർ വിഭാഗത്തിനിടയിലും അത് ഇല്ല എന്നല്ല. അവരുടെയൊക്കെ പിന്തുണ ഏകദേശം ഒരു 5-1 ആളുകളുടെയൊക്കെ പിന്തുണ വരുന്നുണ്ട്. പക്ഷേ പ്രധാന വോട്ട് ബേസായി ഇപ്പോഴും നിൽക്കുന്നത് അപ്പർ കാസ്റ്റ് ഹിന്ദു വിഭാഗം തന്നെയാണ്. BJP-യുടെ പ്രധാനപ്പെട്ട വോട്ട് ബേസ്. പക്ഷേ UDF-ന്റെ കാര്യത്തിൽ ക്രിസ്ത്യൻസും മുസ്ലിംസും ഇവരുടെ പിന്തുണ കൂടുതലും UDF-ന് കിട്ടുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത്
കഴിഞ്ഞ 2 സർവേകളിലും അങ്ങനെ തന്നെയായിരുന്നു, ഈ സർവേയിലും അങ്ങനെ തന്നെയാണ്. ആ ഡേറ്റ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഇത്തവണ വോട്ട് വിഹിതം ഈ സർവേയിൽ പ്രതിഫലിച്ചിരിക്കുന്നത് UDFന് 39.7%. ഒരാഴ്ച മുമ്പ് അവസാനിച്ച 2ാം ഘട്ട സർവേയിലും ഇതേ ശതമാനം തന്നെയായിരുന്നു UDFന്. പക്ഷേ LDFന് 38.7%. കഴിഞ്ഞ സർവേയിൽ അത് 37.9%. അതായത് 0.8% വർധനവ് LDFന്റെ ടാലിയിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ആ വ്യത്യാസം കുറഞ്ഞത്, 1% കുറഞ്ഞു. അതേസമയം NDAയുടേത് കഴിഞ്ഞ സർവേയിൽ 15.3%, ഇത്തവണ അത് 16.1% കൂടിയിട്ടുമുണ്ട്. ഇതാണ് പക്ഷേ തീരുമാനിക്കാത്തവരും അഭിപ്രായമില്ലാത്തവരും എന്നുള്ള കണക്കിൽ 4.4% വന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് നിർണായകമായി മാറുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതെങ്ങനെയാണ് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക? ഓരോ മുന്നണിക്കും എത്ര സീറ്റ് വരെ കിട്ടാം? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ 2 സർവേകളിലെ പോലെ തന്നെയാണോ ഇത്തവണയും? ആദ്യ സർവേയിൽ LDFന് നേരിയൊരു മേൽക്കൈയായിരുന്നു, 2ാം ഘട്ട സർവേയിലാകട്ടെ UDFന് നേരിയൊരു മേൽക്കൈ എന്നുള്ളതായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.